ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ വളരെ ബഹുലമായ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ അങ്ങനെയൊക്കെ വലിയ വലിയ കടുകെട്ടിയിട്ട് ഉള്ള വാക്കുകൾ കൊണ്ട് തന്നെ നമുക്കിത് വിശേഷിപ്പിക്കാൻ പറ്റും. അത്രത്തോളം പ്രശ്നങ്ങളാണ്. ആദ്യമേ പ്രൊമോ വന്നപ്പോൾ ബിഗ് ബോസ് സീസൺ 7 പ്രൊമോ വന്നപ്പോഴെല്ലാം പറയുന്ന കാര്യമാണ്, പണ്ടത്തെ സീസണുകൾ പോലെയല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഓരോ നിമിഷവും ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കും, പിന്നെ 7 പണിയായിരിക്കും എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പ്രൊമോയിൽ പോലും സൂചിപ്പിച്ച കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവിലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബിഗ് ബോസിൽ ഒരു ഗെയിമിനായിട്ട് വന്നതായിട്ടാണോ എല്ലാവരും കരുതുന്നത്, അതൊരു പിക്നിക്കിന് വന്നതായിട്ടാണോ കരുതുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മാതിരി ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. അതിൻ്റെ കൂടെ തന്നെ റൂളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് റൂള് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും അത് പാലിച്ചേ മതിയാവൂ. പക്ഷേ ഇവിടെ ചിലർ ആ ഒരു റൂള് ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് മാത്രമല്ല, ആ ഒരു ലൈവാണെങ്കിലും ബിഗ് ബോസിൽ ഷോ കാണുന്നവർക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. റൂളെന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു റൂള്, മറ്റൊരാൾക്ക് മറ്റൊരു റൂള്, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അത് എടുത്തു പറയേണ്ടത് ഗിസേലിൻ്റെ കാര്യം തന്നെയാണ്. ഗിസേൽ ചെയ്യുന്നതെല്ലാം ശരിയായിട്ടുള്ള പ്രവൃത്തികളാണോ എന്ന് എനിക്ക് പോലും തോന്നിപ്പോയി കേട്ടോ. അതൊന്നാമത്തെ കാര്യം. ബിഗ് ബോസ് വന്നപ്പോൾ തന്നെ 7 പണിയായിട്ട് അവർക്ക് കൊടുത്തത്, അവർ കൊണ്ടുവന്ന അവശ്യ സാധനങ്ങൾ ബിഗ് ബോസ് മേടിച്ചു വെക്കുകയും ആദ്യത്തെ ടാസ്കിൽ ജയിച്ചവർക്കാണ് പ്രധാനപ്പെട്ട അവരുടെ അവശ്യ സാധനങ്ങൾ കൊടുത്തത്. അതിനുശേഷം ആ ഒരു ബാഡ്ജ് കൈവശമുള്ളവർക്ക് അവരവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാം, അല്ലാത്തവർക്ക് ഇപ്പോൾ മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാവർക്കും കറക്റ്റ് മാത്രമേ, അതായത് അന്നത്തേക്കുള്ളത് മാത്രം ബിഗ് ബോസ് കൊടുക്കും, ബാക്കിയൊന്നും കൊടുക്കത്തില്ല. ബിഗ് ബോസ് അത് മാറ്റി വെച്ചിരിക്കും. അവർ ഈ ഒരു എന്താ പറയുക, ഗെയിം കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവരവർക്കുള്ള അവശ്യ സാധനങ്ങൾ കൊടുക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു മേക്കപ്പ് സാധനങ്ങളോ ഒന്നും തന്നെ, കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും അത്ര ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് അത്രത്തോളം നല്ല ഹെവി ആയിട്ട് നല്ല ഒരു രീതിയിൽ നടക്കും. പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ നിൽക്കുന്നത് പോലെ അത്ര ഒരുങ്ങാതെ അങ്ങനെയൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതത്ര പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് ഗെയിം കളിച്ച് അവരുടെ സാധനങ്ങൾ അവർ എടുക്കും. അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളവർ പറയുന്നത്. നെവിൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നുവെങ്കിലും അതെല്ലാം നെവിൻ അവർക്ക് ബിഗ് ബോസിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ എല്ലാ സാധനങ്ങളും കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഗിസേലിപ്പോൾ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നതായിട്ടും അത് ഒളിപ്പിച്ച് വെച്ച് ആരും കാണാതെ ഉപയോഗിക്കുന്നതായിട്ടും ചെറിയ പ്രശ്നം വന്നു. മേക്കപ്പിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ജിസേലിൻ്റെ ആ ഒരു മോശം കാര്യം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേക്കപ്പ് ഉപയോഗിക്കുകയും ആദ്യം ഒരു വട്ടം ജിസേൽ അങ്ങനെ ഉപയോഗിച്ചു, പിന്നെ അത് വാണിംഗ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ മോഹൻലാൽ വന്നപ്പോൾ പോലും ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ ചൂണ്ടിക്കാണിക്കുകയും അത് പെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും കൊടുത്തുവിടും എന്നൊക്കെ പറഞ്ഞതാണ്. വീണ്ടും ഒരു വാണിംഗ് ആയിട്ട് മോഹൻലാൽ കൊടുത്തതാണ്. എന്നിട്ട് തൻ്റെ കൈവശമുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാം എന്ന് പോലും ജിസേൽ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുമില്ല. ഇപ്പോഴും ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഇന്നലെ അനുമോള് കണ്ടുപിടിച്ചു. ജിസേൽ അവിടെ ആ ഒരു ബാത്റൂം ക്ലീനിങ്ങിന് അനു ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ടിരുന്നത്. അതിനകത്ത് ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു.
അപ്പോൾ ജിസേലിനെ ഇത് ചോദ്യം ചെയ്തു, എല്ലാവരും വന്നു. ഇതിൻ്റെ പേരിൽ ജിസേലിനെ ചോദ്യം ചെയ്തപ്പോഴെല്ലാം ജിസേൽ പറയുന്നത് താൻ ഉപയോഗിച്ചിട്ടില്ല, പൗഡറാണ് എന്നൊക്കെയാണ് ജിസേൽ പറയുന്നത്. പക്ഷേ അത് ഫൗണ്ടേഷനാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അവരിപ്പോൾ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് പൗഡർ ഏതാണ്, ഫൗണ്ടേഷൻ ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ജിസേൽ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് നിഷേധിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ജിസേൽ നിഷേധിക്കുന്നുണ്ടെങ്കിലും ജിസേൽ അങ്ങനെ ചെയ്തു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തി എന്തായാലും പുറത്താണെങ്കിലും, ഇപ്പോൾ അകത്ത് ഉള്ള കണ്ടസ്റ്റൻസിനാണെങ്കിലും പുറത്ത് ഉള്ള പ്രേക്ഷകർക്കാണെങ്കിലും ജിസേലിൻ്റെ ഈ ഒരു റൂൾ ബ്രേക്കിംഗ് ഈ ഒരു ചതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എല്ലാവരെയും ചതിക്കുകയാണല്ലോ ജിസേൽ. ഈ ഒരു ചതി ചൂണ്ടിക്കാണിക്കുകയും ഇത് ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു കാര്യം നോക്കുന്നുണ്ട്. ഒരു അതിൻ്റെ പ്രൊമോയിൽ തന്നെ വന്നു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നം ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കത്തിയത് കൊണ്ട് തന്നെ ആരും കാണാതെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള അണിയറ പ്രവർത്തകർ മാസ്ക് ഒക്കെ ഇട്ട് വന്നതിന് ശേഷം ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ആ ഒരു ബെഡ്, ജിസേലിൻ്റെ ആ ഒരു ബെഡും അവിടെയുള്ള സ്ഥലങ്ങളും എല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിൽ ഒരു ഫൗണ്ടേഷൻ, പിന്നെ സ്പ്രേ, മേക്കപ്പ് സാധനങ്ങൾ, കുറച്ച് ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തുകയും അത് ഈ ഒരു ക്യാമറയിൽ എടുത്ത് കാണിക്കുകയും ചെയ്തു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ളത് തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ അവിടെ ഇനി നിൽക്കണം, അല്ലെങ്കിൽ ജിസേൽ ഒന്നെങ്കിലും പുറത്താക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തേ പറ്റൂ. അവിടെ 19 പേരും കളിച്ച് ജയിക്കാനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരാൾ മാത്രം ഫേവർ ചെയ്ത് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ജിസേൽ തനിക്ക് എന്തും ചെയ്യാം, പക്ഷെ മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ല. അത് മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും ഞാനത് കണ്ടപ്പോൾ തന്നെ, എനിക്ക് ആ ഒരു ലൈവിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തെറ്റായിട്ട് തോന്നി. ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചതും ജിസേലിനെതിരെ പ്രതികരിച്ചതും അനുമോളായതുകൊണ്ട് തന്നെ അനുമോൾ അത് ചെയ്തത് ഭയങ്കര ഒരു നല്ല കാര്യം തന്നെയാണ്. എന്ത് രീതിയിലാണെങ്കിലും ഓക്കെ, പക്ഷേ അത് നല്ല കാര്യം തന്നെയാണ്. ജിസേൽ അത് ചെയ്തത് ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് ജിസേലിന് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യവും കൂടി ഞാൻ കണ്ടു. അതിപ്പോൾ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിലാണ് ആ ഒരു പ്രശ്നം നടന്നത്. ചില പ്രശ്നങ്ങൾ ഇവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആളിക്കത്തി. അപ്പോൾ അതിൽ ശാരികയാണ് പറഞ്ഞത്, എല്ലാവർക്കും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി, എല്ലാവർക്കും കറക്റ്റ്, ഇപ്പം ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും, അങ്ങനെ ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് വന്നത് കൊണ്ട് തന്നെ അക്ബറും ഒക്കെ പറഞ്ഞു കറക്റ്റ് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ട, അവർക്ക് വിശക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ട. കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ വേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എല്ലാവർക്കും എണ്ണി തിട്ടപ്പെടുത്തി ദോശയാണെങ്കിൽ ദോശ എന്താണോ അത് ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്കും ഉള്ളത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തോ, പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് അക്ബറും പറഞ്ഞു. എല്ലാവരുടെ അഭിപ്രായം കൊണ്ട് തന്നെ രാവിലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. അത് കൃത്യമായിട്ട് അളവിലാണ് ഉണ്ടാക്കിയത്. അളവിലുണ്ടാക്കിയതിന് ശേഷം എല്ലാവർക്കും അനീഷനെ സെർവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എല്ലാവരും കഴിക്കുകയും ചെയ്തു. അപ്പോൾ ലാസ്റ്റ് 4 ദോശ വന്നു. അത് ബിൻസി പറയുന്നുണ്ട് 4 ദോശ ബാലൻസ് വന്നിട്ടുണ്ട്. അതൊന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ അത് മിച്ചം വെച്ച് അത് നിങ്ങൾ കഴിച്ചോളൂ. ഈ ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പപ്പാതി എടുത്തോളൂ എന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം വന്നത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഗോതമ്പ് ദോശ, അതും പഞ്ചസാര ഇട്ട മധുരമുള്ള ഗോതമ്പ് ദോശയും, ഗിസേൽ മാത്രം ഒരു ചപ്പാത്തി, അതും ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ചപ്പാത്തിയാണ് ഗിസേൽ കഴിക്കുന്നത്. അതിനെ ശാരിക ചൂണ്ടിക്കാട്ടി. ശാരിക മാത്രമല്ല അവിടെയുള്ള എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചു. അവർ ചോദിച്ചത് ഗിസേൽ ഭക്ഷണം കഴിക്കുന്നതല്ല, പക്ഷെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകരുത്. ഇത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഭക്ഷണം, നമുക്ക് മാത്രം ഇങ്ങനത്തെ കഴിക്കാൻ പറ്റൂ, അത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പക്ഷെ ആര്യൻ ജിസേലിനെയാണ് സപ്പോർട്ട് ചെയ്തത്. ആര്യൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ ദോശ ഉണ്ടാക്കി, അത് ജിസേലിന് തികഞ്ഞില്ല, പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല, അവൾ കഴിച്ചില്ല. അപ്പോൾ അവളുടെ ഭക്ഷണം അവൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മെനിഞ്ഞാന്നത്തെ ഭക്ഷണം ഇവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അവൾ കഴിക്കാത്തത് കൊണ്ട് അവൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഇത്ര ക്വാണ്ടിറ്റി മാവെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവളുടെ പങ്കെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ ആ മാവിൽ ഉണ്ടാക്കി കഴിച്ചത്. അത് തെറ്റൊന്നും അല്ല, അത് അവളുടെ ഇഷ്ടമാണ്. ജിസേൽ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ജിസേലാണ്. അപ്പോൾ ജിസേലിന് അത് എന്ത് വേണോ ചെയ്യാമെന്ന് ആര്യൻ പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കണ്ടപ്പോൾ തെറ്റായിട്ട് തോന്നി. അത് എല്ലാവരും പറഞ്ഞത് ജിസേൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചത് അവർ കുറ്റം പറഞ്ഞില്ല. ചിലർക്ക് കരിഞ്ഞ ദോശ ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞതായിട്ടുള്ള ദോശ കിട്ടി, ചിലർക്ക് മധുരം ഇഷ്ടമല്ല എങ്കിൽ പോലും അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ ആ മധുരമുള്ള ദോശ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒരുപോലെ സാധനം കഴിച്ചിട്ട് ജിസേൽ അങ്ങനെ കഴിച്ചു, അല്ലെങ്കിൽ ഇത്ര ദിവസം അവൾ ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ. ഇപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് വന്നു. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ബിന്നി അത് ആ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ബിന്നി മാത്രമല്ല, ശാരികയും ശൈത്യയും ഒക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജിസേലിന് മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ജിസേൽ അത് അവൾക്ക് തന്നിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാവിൽ അവൾ ചപ്പാത്തി പോലെ ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് വെച്ച് കഴിച്ചു എന്നാണ് ആര്യൻ പറഞ്ഞത്. എന്നാൽ ഇതേ ചോദ്യം തന്നെ ബിന്നിയും ശാരികയും ശൈത്യയൊക്കെ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്വാണ്ടിറ്റിയുള്ള മാവുണ്ടല്ലോ, ആ ക്വാണ്ടിറ്റി മാവിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ, അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നൂടെ. പക്ഷെ അതിലവർക്ക് ഉത്തരമില്ല. എന്തായാലും ജിസേൽ ഈ കാണിച്ചതും ഒരു റൂൾ ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. റൂൾ ബ്രേക്കിംഗ് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി. ഭക്ഷണം കഴിക്കുന്നതിൽ ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. എന്നാൽ ഇവിടെ എല്ലാവരും കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബിഗ് ബോസ് കപ്പ് പോവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നവരാണ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഈ ഭക്ഷണം ഇഷ്ടമല്ല, അവർക്ക് വിശപ്പുണ്ട്, അതിഷ്ടമല്ല എങ്കിലും ഇവിടുത്തെ റൂൾ ആയതുകൊണ്ട് ഇവിടെ ഇത് ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് അവരത് കഴിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. അത് ആ ഒരു റൂള് ജിസേലും പാലിക്കണം. പിന്നെ അതിൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളുമായി. എന്നാൽ ഈ ഒരു പ്രവൃത്തി ഒരുപാട് പേര് ഇപ്പോൾ ലൈവിൽ കമൻസിൽ തന്നെ ഒരുപാട് പേര് തെറ്റാണെന്ന് പറയുന്നുണ്ട്. ജിസേൽ ചെയ്തത് തെറ്റാണ്, എന്തൊക്കെയാണെങ്കിലും റൂൾ ഈസ് റൂൾ, അത് ജിസേൽ ചെയ്തത് തെറ്റാണെന്നും ലൈവിൽ പറയുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ കണ്ട ലൈവിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അനീഷ് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾക്കും അനീഷ് ഇങ്ങനെ ചുമ്മാ ഞോണ്ടി ചൊറിഞ്ഞു പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ അതേ പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി അനീഷിന് കിട്ടിയാലോ, അനീഷ് അവിടെ ഒന്നും മിണ്ടത്തില്ല. ആ ഒരു സംഭവം ഇന്നത്തെ ലൈവിൽ നടന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ ചെറിയൊരു സംസാരം വന്നത് അനീഷ് തന്നെയാണ് എടുത്തിട്ടത്. പിന്നെ അതിൻ്റെ പേരിൽ ഷാനവാസും റെനയും തമ്മിൽ ചെറിയ തർക്കമായി. റെന പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഷാനവാസ് സഹായിക്കണമോ എന്ന് ചോദിച്ചു. എന്നാൽ നന്മമരം ആവണ്ട, ഇത് വേണ്ട എന്നുള്ള രീതിയിൽ റെന സംസാരിച്ചതാണ് ചെറിയ തർക്കമായത്. പക്ഷെ അതവിടെ വിട്ടു. എന്നാൽ ഇതിൻ്റെ പേരിൽ വലിയ സംസാരമായി അവസാനം ഭയങ്കര ഒരു വഴക്കിലേക്ക് എത്തി. ഷാനവാസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നതാണ്. പാത്രം കഴുകാനായിട്ട് അവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്ത്, അതായത് റെനയും ശരത്തിനോടും വെള്ളം ഇല്ലാത്തതുകൊണ്ട് കഴുകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അനീഷിനോട് പോയിട്ട് പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരട്ടത്താപ്പ് കാണിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര സംസാരമായി. അതെന്താണ് സംഭവം എന്ന് ഷാനവാസ് വിശദീകരിക്കുകയും ചെയ്തു. രാവിലെ ഞാൻ 5 മണിക്ക് ഉറക്കം എണീറ്റിട്ട് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 6 മണിയായപ്പോൾ അനീഷ് എണീറ്റു. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകാതെ ഇട്ടിരിക്കുകയാണ്, ഈച്ച അടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പാത്രം കഴുകാത്തതെന്ന് ഞാൻ അനീഷിനോട് ചോദിച്ചു. ആ സമയത്ത് ശരത്ത് പാത്രം കഴുകിക്കൊണ്ട് 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരത്ത് വന്ന് പാത്രം കഴുകാനായിട്ട് തുടങ്ങിയത്. ഇച്ചിരി വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ, ആ വെള്ളത്തിലാണ് ശരത്ത് പാത്രം കഴുകുന്നത്. അപ്പോൾ എന്താ നീ കഴുകാത്ത എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ വെള്ളം കുറവാണ് ചേട്ടാ, വെള്ളം കുറവായതുകൊണ്ട് കഴുകാത്തതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ഷാനവാസ് തൻ്റെ ഭാഗം കറക്റ്റാക്കി. എന്നാൽ അപ്പോൾ അനീഷ് പറഞ്ഞത് വെള്ളം ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് കഴുകാൻ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അനീഷ് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ, അതുപോലെ പറഞ്ഞു അത് വലിയൊരു തർക്കമായി. അതിനുശേഷം ഒരു സംസാരം ഉണ്ടായത്, അവിടെ കിച്ചണിൽ ഞങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് വെസൽ ടീം വരുമ്പോൾ മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര അങ്ങനെ ഇങ്ങനെ വിതറിയിട്ടിരിക്കുന്നത് കാണാം. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ പാചകം ചെയ്യുന്നവർ തന്നെ ക്ലീൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല,
അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫുൾ ക്ലീൻ ചെയ്ത് ഇടാറുള്ളൂ എന്നാണ് അനീഷ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ആ ഒരു സംസാരമായെങ്കിലും അതത്ര ആ ഒരു വലിയ തർക്കമായി, അവരത് വിട്ടു. അത് കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ മുഴുവൻ മുളക് പൊടി, പിന്നെ ഉപ്പ്, പഞ്ചസാര എല്ലാം വിതറിയിട്ടിരിക്കുകയാണ്. അനീഷ് അത് ശരത്ത് കാണുകയും ശരത്ത് അനീഷിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ക്യാമറയും കണ്ടു, ക്യാമറയ്ക്കും കാണിച്ചു കൊടുത്തു, കണ്ടോ ഇത് ഇത്രയും ക്ലീൻ ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അനീഷ് പറഞ്ഞത് അത് ക്ലീൻ ചെയ്തു, ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ തെറ്റേ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച അനീഷിന് അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ തൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അനീഷ് ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഒറ്റയ്ക്ക് നടക്കുക, അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അനീഷ് എടുത്തു. എന്തായാലും അതിൻ്റെ പേരിലും വലിയ തർക്കങ്ങളായി. പിന്നെ ലൈവിൽ നടന്ന സംഭവം ഇതിൻ്റെ പേരിൽ വലിയ വലിയ തർക്കങ്ങളും വഴക്കുകളും ആവുകയും, പിന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പേരിൽ ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ ശൈത്യയും അനുവും ബിൻസിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസിയും ഓരോ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്യത്തില്ല. വെസൽ ടീം ഉണ്ടല്ലോ, ക്ലീൻ ചെയ്യാൻ അവരുണ്ടല്ലോ, പാത്രം കഴുകാനും അവരുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്ത് വേണോ ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്രവൃത്തിയിൽ ഈ ഒരു മലക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേസ്റ്റൊക്കെ അവിടെ വലിച്ചു വാരിയിടുക, പാത്രങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കഴുകി അവിടെ വെച്ചാൽ മതി, പ്രശ്നമില്ല. എന്നാൽ അതവിടെ വീണ്ടും അവിടെ കൊണ്ടിടുക. അപ്പോൾ അത് വീണ്ടും അവർ വരുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ വരും, അവർക്ക് ഒരുപാട് കഴുകാനായിട്ടും ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണ് ഇന്ന് രാവിലെ മോർണിംഗിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായത്. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെ നീർ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പല പ്രശ്നങ്ങളും പൊട്ടിത്തെറികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും ജിസേലിൻ്റെ ഈ പ്രവൃത്തി ഒട്ടും ശരിയല്ല, പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ജിസേൽ ചെയ്തത് ശരിയാണോ? ഭക്ഷണം സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിച്ചതല്ല, എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ അത് തന്നെ ഉണ്ടാക്കി കഴിക്കണം, അല്ലാതെ ഒരാൾക്ക് മാത്രം പ്രത്യേകിച്ച് അത് ശരിയല്ല. അപ്പോൾ അതും ജിസേലിൻ്റെ ഈ മേക്കപ്പ് ഒളിപ്പിച്ച് വയ്ക്കുന്ന കാര്യവും ശരിയാണോ തെറ്റാണോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.